സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. സത്യഭാമയും മോഹിനിയാട്ട കറുപ്പ് വിവാദവും ക്രൈസ്തവരും തമ്മിൽ എന്ത് ബന്ധം? പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. എങ്കിലും ക്രൈസ്തവർക്ക് ഗ്രഹിക്കാൻ പലതുമുണ്ട്. സത്യഭാമ എന്ന നർത്തക വിദുഷി ആരെയെങ്കിലും അപമാനിച്ചോ എന്ന വ്യക്തിനിഷ്ഠമായ അന്വേഷണമല്ല നമ്മുടെ വിചാര വിഷയം. ഇത് സമൂഹത്തിൽ സംഭവിക്കുമെന്നത് ആവശ്യമായ തിരിച്ചറിവുകളിൽ ഒന്നു മാത്രം. കാരണം ആരോപിക്കപ്പെട്ട തിന്മ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. നിറത്തിൻ്റെയോ വംശത്തിൻ്റെയോ അതുപോലെ ജന്മലബ്ധമായ മറ്റെന്തിൻ്റെയെങ്കിലോ പേരിൽ വ്യക്തികളെ തരം താഴ്ത്തുന്നതും അപമാനിക്കുന്നതും മാറ്റി നിർത്തുന്നതും പാടുള്ള കാര്യമല്ലെന്ന് 2000 വർഷം മുമ്പ് പത്രോസ് ശ്ലീഹയെ യേശുനാഥൻ ഒരു ദർശനത്തിലൂടെ പഠിപ്പിച്ചു. യഹൂദ ജനതയിൽ പലരുടെയും മനസ്സിൽ ഉറച്ചുപോയ ഒരു തിന്മയ്ക്കെതിരായ മുന്നറിയിപ്പ്. അത് പോകട്ടെ, അതിനേക്കാൾ കടുത്ത വംശീയ ജാതീയ വിവേചനവും അവഹേളനവുമാണ് ഇന്നാട്ടിലെ സവർണ മനസ്കരിൽ നിന്ന് ഇതര വിഭാഗങ്ങൾ പലതും നേരിട്ടിരുന്നത്. ഇപ്പോഴത്തെ വിവാദം അതിൻ്റെ അവശിഷ്ടങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. ഒരു കൂട്ടരുടെ വേദനയും പ്രതിഷേധവും മറുഭാഗത്തുള്ളവരുടെ സവർണ മനോനിലയുമായി കൂട്ടിയിടിച്ചും ഉരുമിയും സമൂഹം സ്വസ്ഥ നില പ്രാപിക്കുന്നതുവരെ ക്രൈസ്തവരെയും സ്പർശിക്കുന്ന വിഷയമാണിത്. എന്നാൽ ക്രൈസ്തവർ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. മോഹിനിയാട്ടത്തെക്കുറിച്ച് സത്യഭാമ പറഞ്ഞത് അത് മോഹിപ്പിക്കാനുള്ള നൃത്തമാണെന്ന്. പുരുഷനെ പ്രലോഭിപ്പിക്കാൻ, ഉതപ്പ് സൃഷ്ടിക്കാൻ സ്ത്രീ നടത്തുന്ന നിയമബദ്ധമായ അംഗചേഷ്ട വിലാസമാണെന്ന്. അങ്ങനെ മോഹിപ്പിക്കുന്നതിൽ രാമകൃഷ്ണൻ എന്ന കലാകാരൻ വിജയിക്കുന്നില്ല എന്നതാണ് പേര് പറയാതെ തൊട്ടു കാണിക്കുന്നു എന്ന മട്ടിൽ സത്യഭാമ നടത്തിയ വിമർശനം. അതിൽ സമൂഹ മാധ്യമങ്ങളിൽ ലൈസൻസ് എടുത്ത മര്യാദാരഹിതമായ ഭാഷാപ്രയോഗങ്ങൾ ഉണ്ടായതിൽ അത്ഭുതമില്ല. വേദനിച്ച രാമകൃഷ്ണനെ ഇങ്ങനെ അഭിമാനപൂർവ്വം ആശ്വസിക്കാം. താൻ പുരുഷനാണ്, തൻ്റേത് പുരുഷ സൗന്ദര്യമാണ്, അത് സ്ത്രീയുടെ മോഹകഭാവമായി മാറിയില്ല എന്നാണെങ്കിൽ തൻ്റെ വ്യക്തിത്വം ശുദ്ധമായി നിലനിന്നു എന്നോ ഒരു മോഹന പ്രലോഭകയുടെ അവസ്ഥയിലേക്ക് തൻ്റെ ഭാവം താണു പോയില്ലെന്നോ അഭിമാനിക്കുക. വീണ്ടും ക്രൈസ്തവരിലേക്ക് വരാം. മുമ്പൊരിക്കലുണ്ടായ വിവാദം ഓർമ്മിപ്പിക്കുന്നു. ക്രൈസ്തവർക്ക് മോഹിനിയാട്ടം പാടുണ്ടോ? വിശ്വാസവും ഭാവശുദ്ധതയും മാനിക്കുന്നവർക്ക് പാടില്ലെന്നേ പറയാനാകൂ. കാരണം പുരുഷനെ വശീകരിക്കാനുള്ള അംഗചേഷ്ടകളുടെ അവതരണം അഭ്യസിക്കാനും അതിൽ മികവിന് വേണ്ടി മത്സരിക്കാനും ഒരു വിശ്വാസിനിക്ക് എങ്ങനെ കഴിയും? ഇത് പ്യൂരിറ്റാനിസത്തിൻ്റെ ഭ്രാന്തെന്നോ മൗലികവാദമെന്നോ പറയാൻ ആളുണ്ടായിരിക്കാം. എങ്കിലും സൂക്ഷ്മ വിശകലനത്തിൽ അത് ശുദ്ധതയ്ക്ക് നിരക്കുന്നതെന്ന് പറയാൻ ആർക്ക് കഴിയും? ഇനി പറയേണ്ടുന്നത് വേറിട്ടൊരു കാര്യം. ദേവാലയങ്ങളിലെ മോഹിനി വേഷക്കാരെ കുറിച്ചാണ്. ദിവ്യബലിക്കെത്തുന്ന സ്ത്രീകൾ അടക്കമില്ലാത്ത വസ്ത്രധാരണ രീതി ഒഴിവാക്കണമെന്ന് പറയുന്ന വൈദികർ വിമർശിക്കപ്പെടുന്ന കാലമാണിത്. പരിധികളില്ലാതെ ഫാഷൻ പ്രദർശനത്തിനുള്ള അവസരമായി ദിവ്യബലിയുടെ വേളയെ കാണുന്നവർക്ക് ചിന്തിക്കാനുള്ള അവസരമാകട്ടെ ഈ വിവാദവേള. ആടിയില്ലെങ്കിലും വസ്ത്രധാരണം കൊണ്ട് മോഹിനി വേഷക്കാരായി മാറണോ എന്ന് ചിലർക്കെങ്കിലും ചിന്തിക്കാനുള്ള അവസരം. തങ്ങളിലല്ല കാണുന്നവരിലാണ് കുഴപ്പമെന്ന ന്യായവാദം വിശുദ്ധിയുടെ ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നത് മറക്കാതിരിക്കാം. പ്രലോഭനവും ഉതപ്പു നൽകലും തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്ന നിരവധി അഭിനേത്രികളുടെയും കലാകാരികളുടെയും മാതൃക സമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ. ദേവാലയങ്ങളിൽ പരിശുദ്ധിക്ക് നിരക്കാത്ത പരിപാടികൾ അവതരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും സൃഷ്ടിച്ച ചില ദുർമാതൃകകളുടെ ഓർമ്മയും മാഞ്ഞു പോകാറായിട്ടില്ല. സമൂഹം അംഗീകരിച്ചതുകൊണ്ട് അശുദ്ധമായത് ശുദ്ധമാകില്ല എന്നതല്ലേ ക്രൈസ്തവർക്കുള്ള പാഠം.
വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലക്കൽ ചിതറിക്കിടക്കുന്നു എന്ന വിലപിക്കത്തക്ക വിധം ക്രൈസ്തവർ എല്ലാ വിധത്തിലും ശൂനീകരണ ഭീഷണി നേരിടുന്നതായി പലരും ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെയൊരു കാലത്ത് ധീരമായ സ്വത്വം സ്ഥാപിച്ചെടുക്കുവാൻ ക്രൈസ്തവ സ്ത്രീ സമൂഹത്തെക്കാൾ പ്രാപ്തി ആർക്കാണുള്ളത്? എന്തിലും ഏതിലും കത്തോലിക്ക വിശ്വാസത്തെ കടന്നാക്രമിക്കുന്നവരെ സൂക്ഷിക്കുക. സ്വന്തം ഇഷ്ടം പോലെ ക്രൈസ്തവ വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നവരാണവർ. സാർവത്രിക സഭയെയും പൗരോഹിത്യത്തെയും തള്ളിപ്പറഞ്ഞ് സ്വയം ഇടയവേഷം ചാർത്തുന്നവർ. ഇപ്പോഴിത് വീണ്ടും പറയാൻ കാരണമുണ്ട്. ഇസ്ലാമികവാദികളുടെ കടന്നാക്രമണത്തെ ചെറുക്കുന്നതിൽ വിരുദും മേൽവിരുദും തെളിയിച്ചു എന്നായപ്പോൾ പഴയ സ്വരവുമായി നുഴഞ്ഞുകയറ്റത്തിനാണ് ചിലരുടെ ശ്രമം. പ്രണയകെണിയുടെ കുഴി തീർത്തും വല വിരിച്ചും ക്രൈസ്തവ പെൺകുട്ടികളെ ചതിക്കുന്നവരെ കുറിച്ചുള്ള രോഷം നിമിത്തം ഇത്തരം അപ്പോളജിസ്റ്റുകളുടെ ഇടപെടലിനെ കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ടവരും ആശ്വാസത്തോടെ കണ്ടിരുന്നു. അത് മുതലെടുത്താണ് ക്ലബ് ഹൗസുകളിലും മറ്റും കത്തോലിക്ക വിശ്വാസികളിലേക്ക് കത്തോലിക്ക വിരുദ്ധത വിളമ്പാനുള്ള പുതിയ ആവേശം. കത്തോലിക്ക സഭ വിഗ്രഹാരാധന നടത്തുന്നു, മറിയത്തെ ദൈവമാക്കുന്നു, മറിയത്തിന് വേറെ മക്കളുണ്ട്, വിശുദ്ധ കുർബാന ബൈബിളിലില്ല, ജപമാല പ്രാർത്ഥന ബൈബിളിലില്ല, പാരമ്പര്യാചരണം ബൈബിൾ വിരുദ്ധം, വിശുദ്ധരോടുള്ള മധ്യസ്ഥം തേടൽ വചനവിരുദ്ധം എന്നു വേണ്ട പറഞ്ഞു തേഞ്ഞ പഴഞ്ചൻ വിമർശനങ്ങൾ ഓരോന്നായി പുതിയ ഇരകളെ ഉദ്ദേശിച്ച് പുതിയ പാക്കിങ്ങിൽ പിന്നെയും ഇറക്കുന്നു. പ്രവചനങ്ങൾ അഥവാ ദൈവവചനങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ലെന്ന തിരുവചനം അവർ ഗൗനിക്കുന്നില്ല. ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നു. കത്തോലിക്ക സഭാംഗങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല, തങ്ങൾക്കെല്ലാം അറിയാം എന്ന മട്ടിൽ അവരെ പഴിച്ചിട്ട് കാര്യമില്ല. അത് വേറിട്ടൊരു സാമൂഹിക ജന്മഭാവത്തിൻ്റെ അനന്തരഫലമാണ്. ബുദ്ധിയിലെ അന്ധകാരത്താലും തർക്കഭാവത്താലും സാർവത്രിക സഭ വിട്ടുപോയ മുൻഗാമികളുടെ തെറ്റിൻ്റെ പ്രഭാവം അത് തലമുറകളിലൂടെ പകരുന്നു. തർക്കബുദ്ധി നിമിത്തം വിശുദ്ധ ബൈബിളിനെ ജീവനേകുന്ന വചനഗ്രന്ഥമായല്ല അവർ വ്യാഖ്യാനിക്കുന്നത്. പകരം അധ്യായക്രമത്തിൽ കൽപ്പനകളും നിയമങ്ങളും അവ അക്ഷരം പ്രതി പാലിക്കാത്തത് കുറ്റമായി കണ്ടുള്ള ശിക്ഷകളും പ്രതിപാദിക്കുന്ന നിയമഗ്രന്ഥം. അവർക്ക് ഏതു കാര്യം വന്നാലും സാർവത്രിക സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യാഖ്യാനമോ സന്ദേശമോ എന്തെന്നതല്ല ചോദ്യം. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ പോലും. ഇതാണ് അവരുടെ ഏക കുതർക്കം. ഇതിനുള്ള ഏറ്റവും സരളമായ ഉത്തരം ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ്റെ ചോദ്യം തന്നെയാണ്. കുളിക്കണമെന്ന് യേശു കൽപ്പിച്ചതായി ബൈബിളിൽ ഇല്ല. അതുകൊണ്ട് കുളിക്കണോ എന്ന്, കുളി കഴിഞ്ഞവർ സർവാംഗം ശുദ്ധിയുള്ളവരാണല്ലോ എന്ന് കാൽ കഴുകൽ വേളയിൽ യേശു പത്രോസിനോട് പരാമർശിച്ചതല്ലാതെ കൽപ്പിച്ചതായി നമുക്കറിയില്ല. എങ്കിലും ഇതിനപ്പുറം തിരുസഭയിലെ പാരമ്പര്യങ്ങളുടെ ഉറവിടം വിശുദ്ധ ഗ്രന്ഥത്തിൽ സുചിതമാണെന്ന വലിയ വസ്തുത സഭാംഗങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. ഭക്തചര്യകളിലൂടെയും ആരാധന രീതികളിലൂടെയും അപ്പോസ്തലന്മാർ പിന്തുടർന്നതും പഠിപ്പിച്ചതുമാണ് പാരമ്പര്യങ്ങളായി തുടരുന്നത്. പരമപ്രധാനമാണ് ദിവ്യബലി അർപ്പണം. അപ്പമുറിക്കലും വചന ശുശ്രൂഷയും അടക്കം ദിവ്യബലിയുടെ അംശങ്ങളെല്ലാം വ്യക്തമായി സുവിശേഷത്തിൽ ഉള്ളത് തന്നെ. എന്നാൽ സുവിശേഷത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും യേശുനാഥൻ ശിഷ്യരെ പഠിപ്പിച്ചു എന്നതിനും വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് തെളിവ്. അപ്പസ്തോലന്മാരുടെ നടപടികളുടെ തുടക്കത്തിൽ തന്നെ പറയുന്നു, പീഡാനുഭവത്തിനു ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നത്. യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ വിരലിൽ എണ്ണി മാത്രമേ സുവിശേഷത്തിൽ പറയുന്നുള്ളൂ. സുവിശേഷകർ അത്രയേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നല്ലാതെ 40 ദിവസത്തേക്ക് പ്രത്യക്ഷനായി എന്ന്
വിശുദ്ധ ലൂക്ക പറയുന്നത് വ്യാജമെന്ന് അർത്ഥമുണ്ടോ? 40 പൂർണ്ണ ദിവസവും എന്ന് നാം ഗ്രഹിക്കേണ്ടതില്ലെങ്കിൽ കൂടി 40 ദിവസത്തേക്ക് ദീർഘമായി എന്താണ് പഠിപ്പിച്ചത്? സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുകയായിരുന്നോ? അതോ അന്യോപദേശ കഥകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? അതുമല്ലെങ്കിൽ സ്വർഗത്തിലെ കാഴ്ചകൾ സുദീർഘമായി വിവരിക്കുകയായിരുന്നോ? അങ്ങനെ കരുതുന്നവർക്ക് അതാകാം. താൻ ലോകം വിട്ട ശേഷം സഭയെ എങ്ങനെ സാമൂഹ്യമായി ക്രമപ്പെടുത്തി വളർത്തണമെന്ന് യേശു പഠിപ്പിച്ചുവെന്ന് മനസ്സിലാക്കുവാൻ തർക്കബുദ്ധി പോരാ. അപ്പസ്തോലന്മാരുടെ പിൽക്കാല പ്രവർത്തനത്തിൽ നിന്ന് സാകല്യം ഗ്രഹിക്കാനുള്ള ജ്ഞാനവും എളിമയുമാണ് വേണ്ടത്. അവ പൊതുവായ കാര്യമല്ല, സർവ്വലോകത്തോടുമുള്ള പ്രവചനമല്ല. സഭയുടെ നടത്തിപ്പുകാർ എന്ന നിലയിൽ അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളും ഗ്രഹിക്കേണ്ടതും അവരിലൂടെ അറിഞ്ഞ് പിൻഗാമികളും വിശ്വാസ സമൂഹമാകെയും പാലിക്കേണ്ടതുമായ കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ അവ സുവിശേഷങ്ങളിൽ എഴുതപ്പെടാത്തത്. അപ്പസ്തോലന്മാർ ദൃശ്യമായ ദൈവരാജ്യത്തെ, സഭയെ എങ്ങനെ സാമൂഹികമായി നയിക്കണമെന്നും യുഗാന്തത്തോളം നിലനിൽക്കാൻ പോകുന്ന വിധം എന്തൊക്കെ അനുഷ്ഠിക്കണമെന്നും അപ്പമുറിക്കലും വചന ശുശ്രൂഷയുമടക്കം ആരാധനചര്യകൾ എങ്ങനെ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കണമെന്നുമെല്ലാം യേശു പരിശീലിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ അന്ധവിശ്വാസിയാകേണ്ട കാര്യമില്ല. മനസ്സിന് തുറവുള്ളവരായാൽ മതി. ആ തുറവില്ലാതെ പോയവരുടെ കുറവ് സഭാംഗങ്ങളിൽ ആരെങ്കിലും അലങ്കാരമായി കണ്ടാൽ നഷ്ടം അവർക്ക് തന്നെയാകും. അപ്പസ്തോലന്മാരെല്ലാം അത് യേശുവിൽ നിന്നു ഗ്രഹിച്ചു എന്നതിൻ്റെ ഫലം കൂടിയാണല്ലോ വിദൂരങ്ങളിൽ അവർ നട്ട സഭകളിലെ ദിവ്യബലിയും മറ്റു മുഖ്യകർമ്മങ്ങളും ഇന്നും അടിസ്ഥാന ഘടകങ്ങളിൽ ഏറിയും കുറഞ്ഞും സമാനമായി തുടരുന്നത്. അത് ഗ്രഹിക്കാൻ കളർപ്പില്ലാത്ത യുക്തിബോധം മതിയാകും. അപ്പസ്തോലന്മാർ യേശുവിൽ നിന്ന് പഠിച്ച പ്രകാരം ചെയ്ത ശുശ്രൂഷയെ ദിവ്യബലി അഥവാ കുർബാന എന്ന് വിളിക്കുന്നത് ഗ്രഹിക്കുവാനും ചിലരുടെ മനസ്സ് തുറന്നിട്ടില്ല. അവരാണ് ദിവ്യബലി ബൈബിളിലില്ല, ജപമാല ബൈബിളിലില്ല എന്ന് തുടങ്ങുന്ന വാദങ്ങൾ ഉന്നയിക്കുന്നത്. ആദ്യം തന്നെ അവരുടെ വലിയ പരിമിതി അവരെ കേൾക്കാൻ ഇടവരുന്ന സഭാംഗങ്ങൾ ഗ്രഹിക്കുക. അപ്പവും വീഞ്ഞും തൻ്റെ ശരീരവും രക്തവുമാണെന്ന്, അവ ഭക്ഷിക്കുന്നവനെ നിത്യജീവൻ ലഭിക്കുമെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ യേശു പറഞ്ഞിട്ടും മനസ്സ് അംഗീകരിക്കാത്തതിൽ യേശുവിനെ വിട്ടുപോയവർ സുവിശേഷ പാഠത്തിൽ തന്നെയുണ്ടല്ലോ. അവരുടെ പിൻഗാമികളാണ് ഇന്നും ദിവ്യബലിയെ എതിർക്കുന്നത്. നാം ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും യേശുവിൻ്റെ ശരീരരക്തങ്ങളിലെ പങ്കാണെന്ന വിശദീകരണത്തിലൂടെ വിശുദ്ധ പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നതും അപ്പസ്തലന്മാർ യേശു പറഞ്ഞത് ശരിയാവണ്ണം ഗ്രഹിച്ചു എന്ന് തന്നെയാണ്. അതും അംഗീകരിക്കാൻ വിമർശകരുടെ മനസ്സ് തുറന്നിട്ടില്ല. എന്നേക്കുമായി ഒരിക്കൽ അർപ്പിക്കപ്പെട്ട ബലി എന്ന തിരുവചനവും കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്നതായി തോന്നുന്ന കുഞ്ഞാട് എന്ന വെളിപാട് പുസ്തകത്തിലെ വെളിപ്പെടുത്തലും ചേർന്ന് പഠിപ്പിക്കുന്ന സത്യവും അവർ ഗ്രഹിക്കുന്നില്ല. കാൽവരിയിലെ ബലി ആവർത്തിക്കപ്പെടാൻ കഴിയാത്തതും ഭൂതം, ഭവ്യം, ഭാവി എന്നീ കാലങ്ങൾക്ക് അതീതവും മനുഷ്യബുദ്ധിക്കുപരി നിത്യം വർത്തമാനമായി നിലനിൽക്കുന്നതുമാണെന്ന സത്യം. അതിനാൽ വിശുദ്ധ കുർബാന ബലിയുടെ ആവർത്തനമല്ലെന്നും ഏത് നിമിഷവും സാധ്യമായ പങ്കുചേരൽ തന്നെയാണെന്നുമുള്ള പ്രകൃത്യതീത സത്യം ഗ്രഹിക്കാത്തവരുടെ ബാലിശമായ വാദങ്ങളാണ് അടുത്ത കാലത്തായി കത്തോലിക്ക വിശ്വാസികളും നിരന്തരം കേൾക്കാൻ ഇടയായിരിക്കുന്നത്. അത്തരക്കാരെ വിശ്വസിച്ച് സർവ നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന തിരുസഭയിലെ സമൃദ്ധമായ രക്ഷാവിരുന്ന് ഉപേക്ഷിച്ചു പോയ പലരുമുണ്ട്. അവരിൽ ചിലരാണ് ഞാൻ കത്തോലിക്ക വിശ്വാസം വിട്ടു, പ്രതിമ വണങ്ങാറില്ല, ജപമാല ചൊല്ലാറില്ല എന്നൊക്കെ വമ്പ് പറയുന്നവരായി സമൂഹ മാധ്യമങ്ങളിൽ ചിലപ്പോഴെങ്കിലും പ്രത്യക്ഷപ്പെടാറുള്ളത്. അവരുടെ ആന്തരിക നഷ്ടബോധം സഭയോടുള്ള വിദ്വിഷ്ട വിമർശനങ്ങളായി പുറത്തു വന്നുകൊണ്ടേയിരിക്കും. പാപത്തിന് പ്രേരിപ്പിക്കാൻ ആദ്യം ഇതിന് സമ്മതിക്കുക എന്ന തിരുവചനം ദുരുപയോഗിച്ച
വചനവിദ്വാന്റെ സാങ്കല്പിക ഉദാഹരണമാണ് ഇത്തരം വചന ദുർവാഖ്യാതാക്കൾ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുക. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.